നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്ങനെ വിടും? അതുപോലുള്ള കെട്ടുകളല്ലേ അച്ഛന്റെ മോൻ കെട്ടി വെച്ചിരിക്കുന്നെ. എന്ന് വെച്ച് കോടതിയിൽ നിന്ന് ജാമ്യമൊന്നും കിട്ടാതിരിക്കില്ല. സ്റ്റേഷനിൽ നിന്ന് കിട്ടാത്ത ജാമ്യം ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങിക്കും. സിദ്ധു പറഞ്ഞതാണ് ശരി. അവൻ കുഴപ്പക്കാരൻ തന്നെയാ. എന്ത് കുഴപ്പം? ഇത് വെറും അസൂയ. ആ ദേവിക എന്തെങ്കിലും പറയുമ്പോ അതിന്റെ ഒപ്പം ചാടലാണല്ലോ സിദ്ധുവേട്ടന്റെ പതിവ്. പക്ഷെ ഇപ്പൊ ഈ കാണിക്കുന്നത് മഹാ അബദ്ധം. ഒന്നും പെട്ടെന്ന് മറക്കുന്നവനല്ല ശരത്ത്. അവനെ ഉപദ്രവിച്ചവരെ അവൻ തിരിച്ചുപദ്രവിക്കും. അതൊരു നല്ല രീതിയല്ലല്ലോ. സാധാരണ ക്രിമിനലുകളല്ലേ അത് ചെയ്യുന്നത്. ശരത്ത് ക്രിമിനൽ അല്ല. എല്ലാരും കൂടി പറഞ്ഞു അങ്ങനെ ആക്കാതിരുന്നാ മതി. നിനക്കവനെ സഹായിക്കാതിരുന്നൂടെ? എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്റെ കൂടെ നിന്നവനാ ശരത്ത്. അയാൾക്കൊരു ആവശ്യം വന്നാ ഞാന് തിരിച്ചു സഹായിക്കും. അതാണ് എന്റെ ക്യാരക്ടർ. അല്ലാതെ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഞാൻ വേറൊരുത്തിയെ കല്യാണം കഴിക്കും എന്ന് പറയുന്ന ഒരു ഉളുപ്പില്ലായ്മയുടെ പേരല്ല ചന്ദ്രലേഖ. ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും ശരത്തിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് തന്നെയാ. സിദ്ധോട്ടൻ അങ്ങനെ പറയുന്ന കേട്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്ന. അത് ഞാൻ കാര്യാക്കുന്നില്ല. ശരത്തിന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും. കോടതിയിൽ നിന്ന് ഞാൻ ജാമ്യം വാങ്ങി കൊടുത്തിരിക്കും. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഇക്കാര്യത്തിൽ ആരും എന്നെ ഉപദേശിക്കണ്ട. ഞാൻ ശരത്തിന്റെ കൂടെയാ. എന്റെ ഒപ്പം നിന്ന ഒരാളെ ഒരിക്കലും ഞാൻ കൈവിടില്ല. അതിപ്പോ അയാൾ തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും. എന്നെ ഉപദേശിക്കാൻ ഏർപ്പാട് ചെയ്തവരെ അച്ഛൻ ഇതൊന്ന് അറിയിച്ചേക്ക്. കുഴപ്പമാവോ മോളെ? എന്തു കുഴപ്പം? അല്ല, ശരത്ത് അവനെ പോലീസ് കൊണ്ടുപോയില്ലേ? ഇപ്പൊ പോലീസ് കൊണ്ടുപോയി. നാളെ അവൻ ഇറങ്ങില്ലേ? ഇറങ്ങിയാലെന്താ? ഇറങ്ങിയാ അവനെതിരെ നിന്നവരെ മുഴുവൻ അവൻ ഉപദ്രവിക്കില്ലേ? അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? തെറ്റായ ഒരു വിവരത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിലായിരിക്കില്ലല്ലോ പോലീസ് അവനെ പൊക്കിയത്. പൊക്കിയതിലല്ല, കല്യാണം മുടങ്ങിയതിലാ പ്രശ്നം. അതവൻ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ. സിദ്ധുവും ദേവികയും കൂടി അതൊക്കെ നേരിട്ടോളും. അല്ല, സിദ്ധുവിന്റെ കൂട്ടുകാരനാണല്ലോ നിരഞ്ജൻ. അപ്പോ ശരത്ത് നിരഞ്ജനെ ശത്രുപക്ഷത്ത് പെടുത്തിയാലോ? പെടുത്തിയാലെന്താ? ഇത് കൊള്ളാം. ഒരു ക്രിമിനലിനെ പേടിച്ച് നാട് വിടാൻ പറ്റുമോ? എനിക്കൊരു പേടിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഈ ശരത്ത് അത്ര വലിയ മഹാനൊന്നുമല്ല. ദേവികയും സിദ്ധുവും തമ്മിൽ നടക്കാനിരുന്ന കല്യാണം മുടക്കിയതില് മുഖ്യ പങ്ക് ഇവൻ അവകാശപ്പെട്ടതാ. കാലം തിരിച്ചടിച്ചെന്ന് കരുതിയാ മതി. അന്ന് അവൻ മുടക്കി, ഇന്ന് അവര് മുടക്കി. എനിക്കുള്ള സന്തോഷം എന്താണെന്നറിയോ? ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്നൊരു കുറ്റബോധമുണ്ട്. അതിനൊരാശ്വാസം കിട്ടിയെന്നുള്ളതാ. മനസ്സിലായില്ല. സുധിയുടെ മരണം അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച പിഴവാണെന്നുള്ളതാണല്ലോ ഇത്രയും കാലം ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതല്ലാന്ന് തെളിയാൻ പോവാ. അതടക്കം പല മരണങ്ങളുടെയും പിന്നില് ഈ ശരത്തായിരുന്നത്രേ. ആണോ? അപ്പോ അവന് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ? സാധ്യത വളരെ കുറവാ. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാതിരുന്നതും അതുകൊണ്ടാ. അകത്ത് പോയ ശരത്തും ഞങ്ങളും തമ്മില് നേരിട്ട് ബന്ധമൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ സുധിയുടെ കേസുമായിട്ട് അവനുള്ള കണക്ഷൻ ഞങ്ങളെയും കൂടെ ബാധിക്കുന്നതാ. അതുകൊണ്ടാ അവൻ അകത്ത് പോയതിൽ ഞാൻ സന്തോഷിക്കുന്നത്. അവനിനി പുറത്തു വരാനേ പാടില്ല. എന്ത് സംഭവിച്ചാലും അതാണ് എൻ്റെ ആഗ്രഹം.
നീയല്ലേ പാർവതി അവനെ ഇറക്കൊന്ന് വീരവാദം മുഴക്കിയത്? എന്നിട്ട് എന്തായി? എന്താ അത് കഴിയാതിരുന്നത്? എന്റെ കഴിവുകേട് കൊണ്ടൊന്നും അല്ലമ്മേ എനിക്കത് സാധിക്കാതിരുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകള് കുറ്റപത്രത്തിലുള്ളതുകൊണ്ടാ. അതെങ്ങനെ അവരെ എഴുതി ചേർക്കും? അവനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വാധീനമല്ലേ അമ്മേ, സ്വാധീനം. സിദ്ധുവും ദേവികയെ അവനെ അകത്താക്കിയിട്ടേ അടങ്ങൂന്നും പറഞ്ഞ് നടക്കുകയല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവുമല്ലോ പാർവതി. അവനെയും കൊണ്ട് നീ വരുന്നു എന്നായിരുന്നു ഞാൻ കരുതി.